ഞങ്ങൾ ഈ വാർഡ് കയറി ഇറങ്ങാം. നിങ്ങൾ 10ാം വാർഡിലേക്ക് പോകൂ. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പൊട്ടിത്തെറിക്കുന്നവരുണ്ടാകാം, പൊട്ടിക്കരയുന്നവരുണ്ടാകാം. നമ്മൾ തളർന്നു പോകരുത്. പോകൂ. ശരി. എന്റെ മുറ്റത്ത് കിടന്ന അഴിഞ്ഞാനെല്ലാറ്റിനെയും എന്റെ കബീർ നിങ്ങളുടെ വലം കൈയായിരുന്നു. ഇങ്ങനെ ഒന്ന് കൊല്ലിച്ച് എന്നെ കൊന്ന നമ്മുടെ കബീറിനെ തിരിച്ചു കിട്ടുമെങ്കിൽ മടിക്കണ്ട. ബാപ്പ പണ്ട് ഈ കടപ്പുറത്ത് കുറെ കൊന്നു കൂട്ടിയിട്ടില്ലേ? പിന്നീട് എല്ലാ കുടിപ്പകയും മറന്ന് നമ്മൾ ഒന്നായി ജീവിക്കായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ വീണ്ടും വളർന്നു വരുമ്പോ നാളെ ഇവനും ഇറങ്ങും, അല്ലെങ്കിൽ ഇവനെ കൊല്ലാൻ മറ്റൊരുത്തൻ. അത് വേണോ ബാപ്പ? അന്ന് നടന്നത് ചതിയാണ്. എല്ലാം ഞാൻ പറയാം. എന്നെ വിശ്വാസമുണ്ടോ ബാപ്പയ്ക്ക്? സ്ഥിതി നിയന്ത്രണാധീനമായി കഴിഞ്ഞു സാർ. ഇല്ല, ഫോഴ്സ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുക. കളക്ടർ 3-4 ദിവസമായി അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുക. താങ്ക് യു സാർ. അതെ, ADM സ്പീക്കിംഗ്. ഒന്നുമില്ല, എല്ലാം ശാന്തമാണ്. നോ സാർ, ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങളുടെ കളക്ടർക്കാ. താങ്ക് യു സാർ. സാർ, വിശ്വാസം വരുന്നില്ലേ? എനിക്കറിയാം, നിനക്ക് എന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ഈ വാതിലൊന്ന് അടച്ചേക്കട്ടെ. ചീഫ് മിനിസ്റ്റർ വിളിച്ചിരുന്നു. അഭിനന്ദനങ്ങളൊക്കെ എനിക്കാണ്. ഭർത്താവിന്റെ വിജയത്തിന് പിന്നിലെ ശക്തി ഭാര്യയാണത്രേ. പക്ഷേ ഞാൻ അതിനർഹയാണോ? ഞാൻ എന്ന് ഈ മനസ്സ് വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അല്പം കടന്ന കൈയായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സുധാകര. എന്നെ ഒറ്റപ്പെടുത്തുകയാണോ? മന്ത്രിയല്ലേ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാക്കണമെന്ന്? അതെ, അത് ഇത്രയും. ഇവിടെ ഏത് സംഘടന പൊളിപ്പിക്കാനും പിളർക്കാനും ഏറ്റവും നല്ല മാർഗം മതമാണ്. അതിൽ വീഴുന്ന തീപ്പൊരി കത്തിപ്പെടാതിരുന്നിട്ടില്ല. അതിവിടെ വില പോയില്ലല്ലോ. 3 ആളെയും കൊന്ന് ഈ കഷ്ടപ്പാടും കഴിച്ചിട്ട് ഗുണം കിട്ടിയത് കളക്ടർക്ക്. കണ്ടില്ലേ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? തുടങ്ങി വെച്ച സ്ഥിതിക്ക് തോറ്റുകൊടുക്കാൻ ഞാനും തയ്യാറല്ല. പ്രശംസിച്ചവരെ കൊണ്ട് തന്നെ തിരിച്ച് ഞാൻ എഴുതിപ്പിക്കും. എന്താ തന്റെ പ്ലാൻ? 10-12 പേര് ഇപ്പോഴും എന്റെ കസ്റ്റഡിയിലുണ്ട്. ദൈവത്തിനെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞതിൽ തീരാത്ത പകയുള്ളവർ. പള്ളിക്കെതിരെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാൽ മതി. ഒരു 10-12 കല്ല് മാത്രം മതി. അത് ഈ രാധമ്മയെ അവളുടെ സംഘത്തെയും തകർത്ത് തരിപ്പണമാക്കും. കലക്ടറല്ല, ദേവേന്ദ്രൻ വിചാരിച്ചാൽ തടുക്കാൻ പറ്റില്ല. പണം വേണം, 10-100 ആളെ സംഘടിപ്പിക്കണം. പണത്തിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. പക്ഷേ എല്ലാം കഴിയുമ്പോൾ നമ്മുടെ കക്ഷിക്ക് അവിടെ ശക്തമായ ഒരു അടിത്തറ വേണം. എന്ത് വേണം? ചായയോ കാപ്പിയോ വേണം? വേണമെങ്കിൽ അങ്ങോട്ട് വന്ന് പറയും. ഇങ്ങോട്ട് കയറി വരണ്ട. സുധാകരന്റെ ഭാര്യ വന്നിട്ടുണ്ട്. സുധാകരന്റെ ഭാര്യ വരാൻ പറയും. ഓ, വരൂ. എന്താ രാധയെ? വീണ്ടും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. എന്ത് കുഴപ്പം? എനിക്കറിയില്ല. സുധിയേട്ടൻ മന്ത്രിയുമായി രഹസ്യമായിട്ട് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ഇനിയും ചിലപ്പോ ബേപ്പൂര്. ഹേയ്, ഇനി അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് പേടിയാവുന്നു. സുധിയേട്ടനെ എനിക്ക് നഷ്ടപ്പെടും. എന്നെ രക്ഷിക്കണം. എല്ലാം നിന്റെ തോന്നലാ. വരൂ, ജയുണ്ട്, നമുക്ക് അകത്തിന് സംസാരിക്കാം. വാ.
അതിനിടയിൽ ഇങ്ങനെയും ചില നാടകങ്ങൾ നടക്കുന്നുണ്ടല്ലേ? സുധി, ഇവള് ഒന്നും പറയണ്ട. ഇതിനു മുമ്പും ഈ വരവ് പതിവുണ്ടല്ലേ, ഭാര്യയില്ലാത്തപ്പോഴും. സുധി, അനാവശ്യം പറയരുത്. ഓ, ധർമ്മപത്നി, നാണമുണ്ടോ നിങ്ങൾക്ക്? ഭർത്താവിന് സൗകര്യം ഒപ്പിച്ചു കൊടുക്കുന്നു. വാടി. സുധി, പുറത്താളുണ്ട്. ഉണ്ടായിക്കോട്ടെ, അവരും അറിയട്ടെ കളക്ടറുടെ മാന്യത. ഈ അടി നിങ്ങളുടെ കവളത്താണ് തരേണ്ടത്. കയറി വണ്ടിയിൽ. നിന്റെ ആരാടിയാണ്? എന്റെ ഇഷ്ടത്തിനെതിരായ ഒരു വിരൽ അനക്കിയാൽ അടിച്ച് ഞാൻ പുറത്താക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്തും സഹിക്കാൻ തയ്യാറായ വന്നത്. ഈ താലി എന്റെ കഴുത്തിൽ വീണതിന് ശേഷം സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓ, ഇപ്പൊ സമാധാനം തേടിയായിരിക്കും പോയത്. എന്താ അവിടെ? മോളെ, അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? അതനുസരിച്ച് വേണ്ട നമ്മൾ പെണ്ണുങ്ങൾ പെരുമാറാൻ. ഞാൻ എന്നും തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ. എല്ലാവരും വാശി തീർക്കുന്നത് എന്നിലൂടെയാണ്. ഹരിയേട്ടൻ അച്ഛനോടുള്ള വാശി, സുധിയേട്ടൻ ഹരിയേട്ടനോട്. എല്ലാം ശരിയാവും. കൊതിച്ചതല്ല കിട്ടിയത്, പരാതിയില്ല. പക്ഷെ അതും നഷ്ടപ്പെടുമെന്ന പേടി. നമ്മുടെ ഉത്സവങ്ങൾക്ക് നേരെ ചെരുപ്പുകൾ എറിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ ഒരു കല്ലെങ്കിലും എറിഞ്ഞിരിക്കുമെന്ന് അവർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയും പ്രാണൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ള കുറെ സഹോദരന്മാർ ഇവിടെ എത്തിച്ചേരും. അവരുടെ പിന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എപ്പോ വരും? മിക്കവാറും ഇന്ന് രാത്രി, ഇല്ലെങ്കിൽ നാളെ. നീ എവിടെയായിരുന്നു? എന്താ പറ്റിയത്? ഇനിയും കൊല്ലും, ഇനിയും കൊല്ലും, പള്ളിയും തകർക്കും. നമ്മുടെ ആൾക്കാർ 5-10 പേരുണ്ട്. ബാക്കിയൊക്കെ പുറത്തുനിന്നാ. സുധാകരൻ സാറ് കൊണ്ടുവരും. എന്താ? വീണ്ടും എല്ലാം തകരാൻ പോകുന്നു. പള്ളി ഏത് നിമിഷവും ആക്രമിക്കപ്പെടും. പള്ളിക്കെതിരെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം പോലും ജനങ്ങളുടെ സമാധാനം തകർക്കും. അതോടെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എല്ലാം ഞാൻ പറയാം. ഓരോ നിമിഷവും ബേപ്പൂർ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. നടപടികൾ എടുക്കാൻ ഒട്ടും വൈകരുത് സാർ. താങ്കൾ ഉടനെ ബേപ്പൂർക്ക് പുറപ്പെടണം. അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമങ്ങളുണ്ട്. വിവരമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. 11 മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തും. ഓക്കെ? ഹായ്, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അച്ഛന് ഊണ് കഴിക്കാണ്. വരൂ അച്ഛാ. ഓ, ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ടേക്ക് യുവർ സീറ്റ് ആൻഡ് ജോയിൻ. ഞാൻ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ബേപ്പൂർ വീണ്ടും പൊട്ടിത്തെറിച്ചേക്കാം. ചില പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പള്ളിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവും. മോളെ, കലക്ടർക്ക് പ്ലേറ്റ് വയ്ക്ക്. ഒരു ഡിന്നറിന് വിളിച്ചിട്ട് ഇതുവരെ വന്നില്ല. ബേപ്പൂരിലെ സ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. യെസ് യെസ്. എന്താ പുതിയ പ്രശ്നം? എന്തെങ്കിലും കഴിച്ചിട്ട് മതി സംസാരം. ഇവരുടെ പാചകം നോക്കൂ. മിസ്റ്റർ നമ്പ്യാർ, ഞാൻ വന്നത് ഭക്ഷണം കഴിക്കാനല്ല. സോറി, നമ്മളിപ്പോ എന്ത് ചെയ്യണം? പിൻവലിച്ച ഫോഴ്സിന് വീണ്ടും അയക്കണം. ഒരു നിമിഷം പോലും വൈകിക്കൂടാ. എന്തു വന്നാലും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? ജില്ലയിൽ 4 മിനിസ്റ്റേഴ്സിന്റെ പരിപാടിക്ക് തന്നെ വിടാൻ ആളില്ല. നാളേക്ക് നോക്കാം. പോരാ, ലോക്കൽ പോലീസ് എത്രയുണ്ട്? ഏറിയാൽ ഒരു 18 പേര്. എങ്കിൽ MSP വിളിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കണം. ആരോ എന്തോ പറഞ്ഞത് കരുതി. അല്ല, പിണങ്ങാണോ? നിങ്ങളെ മറികടന്ന് ഒരു തീരുമാനം എടുക്കരുതെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇനി ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കും. ക്ഷയം ചെയ്യാൻ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഹലോ ഹലോ, കോഴിക്കോട് കളക്ടറാണ്. CM ഒന്ന് കണക്ട് ചെയ്യൂ. എവിടെയാണ് ക്യാമ്പ്? ഓഹോ, ബേപ്പൂര് വീണ്ടും. ഹലോ ഹലോ, എന്താ തിരിച്ചു വന്നത്? നാട്ടുകാർ പരിഭ്രാന്തരാണ്. പള്ളി സംരക്ഷിക്കാൻ ആളുകൾ സംഘടിക്കുന്നുണ്ട്. ഫോഴ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ 154 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമ്പ്യാരെ ഇൻഫോം ചെയ്തോ? ഞാൻ അയാളെ നേരിട്ട് കണ്ടു. അയാൾ കിടന്ന് ഉഴപ്പാണ്. ആകെ 18 പോലീസുകാരുണ്ട്. ASP ജെയിംസ് എത്തിയിട്ടുണ്ട്. MSP കമാൻഡന്റിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 200 മെൻ ഉടനെ എത്തും. സാർ, സുധാകരൻ ഈ പ്രശ്നത്തിന്റെ പിന്നിൽ. അറിയാം, ആരും ആയിക്കൊള്ളട്ടെ. തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഹലോ, കളക്ടർ ഹിയർ. ഓ, സാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? സാർ, ഞാൻ അത്യാവശ്യമായിട്ട് അവരടുത്ത്. ശരി സാർ. റവന്യൂ മിനിസ്റ്ററാണ്. അയാൾക്ക് എന്നെ അടിയന്തരമായി കണ്ടേ പറ്റുമെന്ന്. സോറി സാർ. ഒരു മുറിയിലേക്ക് കയറി വരുമ്പോൾ ഇത്തിരി മര്യാദ ഒക്കെ കാണിക്കണം. IAS പരീക്ഷ ജയിച്ചതുകൊണ്ട് അതൊന്നും വേണ്ടതാണോ? അതോ ഞാൻ മന്ത്രിയായി പോയണ്ടോ? ഞാൻ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പെട്ടെന്ന് ഓർത്തില്ല സാർ. ഇരിക്കുന്നില്ല സാർ, എനിക്ക് ഉടനെ പോകണം. എടോ, എനിക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തരുമോ? സാർ പറയൂ.
സിവിൽ സപ്ലൈസിന്റെ ഓണക്കാല വിൽപ്പനശാലകളിലൂടെ റെഡിമെയ്ഡ് ഓണവിഭവങ്ങൾ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി. സോറി സർ, എന്നെ പോകാൻ അനുവദിക്കണം. ബേപ്പൂർ വീണ്ടും ബഹളം നടന്നേക്കും. അതൊരു മഹാദുരന്തത്തിന്റെ തുടക്കമായേക്കും. ആര് പറഞ്ഞു? അവിടെ സ്ഥിതി ശാന്തമാണെന്നാണല്ലോ റിപ്പോർട്ട്. ആയിരുന്നു. പക്ഷേ ഇപ്പൊ മതവികാരങ്ങളെ ഉണർത്തിവിട്ട് വീണ്ടും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. സാറിന് അറിയാവുന്നത് തന്നെയാണ്. എനിക്കറിയാവുന്നവരോ? വെറുതെ അനാവശ്യം പറയരുത്. കുറെയൊക്കെ എനിക്കും അറിയാം സാർ. നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പിന്നെ വേറെ ആരാളായിട്ട് കാണണം? അയാൾ നിങ്ങളുടെ അനുജനല്ലേ? എടോ, താൻ വല്ലയിടത്തും അടങ്ങിയിരിക്കെ. ക്രമസമാധാനം നോക്കാൻ പോലീസുണ്ട്. ഈ പള്ളി സംരക്ഷിക്കാൻ തനിക്കെന്താ താല്പര്യം? താൻ ഹിന്ദു അല്ലേ? ഒരു മതേതര ജനകീയ സർക്കാരിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ. സാമാന്യ വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കണം. നീ എന്നെ വിവേകം പഠിപ്പിക്കാണോ? വേണ്ടടുത്ത് ചെറ്റത്തരം കാണിക്കാനും എനിക്കറിയാം. മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന ധൈര്യത്തിൽ നീ അത്രയ്ക്കങ്ങ് വിലസണ്ട. ദയവായി നിങ്ങൾ മര്യാദ വിടാതെ സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യണാവേ? സുധി, വലിയവനാകാൻ ഈ നാട് നീ ചോരക്കളമാക്കും അല്ലേ? മനസ്സിലായില്ല. ഒളിക്കണ്ട, എല്ലാം എനിക്കറിയാം. ഒരേ ചോരയാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത്. ഹരിയേട്ടൻ ഒരിക്കലും നിന്നെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും ഓമനയായിരുന്നു നീ. നിന്റെ എല്ലാ വാശിയും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഇപ്പോ നിനക്ക് എന്നേക്കാൾ വലിയവനായ പോലെ എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. ഉദ്യോഗം, IAS എല്ലാം. പക്ഷേ എനിക്ക് നിന്നെ എന്റെ പഴയ സുധിയായിട്ട് തിരിച്ചു കിട്ടണം. പോയാ പട്ടിയുടെ മോൻ. ഈ കല്യാണം ബഹളമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭേദം ഒരു കാര്യം ചെയ്തു തരാമോ? എനിക്ക് ഒന്ന് തരാമോ? തെണ്ടിയെ പങ്കുറ്റം വേണം. നിനക്കൊന്നും അതില്ല. ഞാൻ നോക്കിക്കൊള്ളാം. നമ്മുടെ ആളുകളൊക്കെ ബേപ്പൂരേക്ക് പോയിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് വേണ്ടതുപോലെ ചെയ്. ഇനി എത്ര പേര് മരിച്ചു എന്ന് കണക്കെടുക്കാൻ പോയാൽ മതിയല്ലോ. ഏട്ടൻ വന്നിരുന്നു. ജാരനായിട്ടല്ല. എവിടെ കൊണ്ടുപോയി ഈ പാപമൊക്കെ കഴുകിക്കളയാ? രാധികെ, ഞാനാകെ ചുട്ട നീരാണ്. എല്ലാം ഉപേക്ഷിക്കാമത്രേ. നിഴലിനോടായിരുന്നു യുദ്ധം. വാശി തീർത്തത് എന്നോട് തന്നെയാ. എന്തായി ജെയിംസ്? പള്ളിക്ക് 2 വഴികളുണ്ട്. പ്രധാന വഴിയിൽ 5ഉം മറ്റേ വഴിയിൽ 4 പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. വിത്ത് ആംസ്. അങ്ങാടിയിൽ 3 പേരുണ്ട്. ഒരു SIയും ഒരു HCയും നിരീക്ഷണങ്ങൾക്കായി ജീപ്പിൽ കറങ്ങുന്നുണ്ട്. അക്രമികളെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല. വ്യക്തമായ രൂപമില്ല സർ. 8 കാറുകളിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെ പലയിടങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഫോഴ്സ് എത്താതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മലപ്പുറത്ത് ബന്ധപ്പെട്ട് MSP പുറപ്പെട്ടിട്ടുണ്ട്. അവരെത്തുന്നതിന് മുമ്പ് ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം സാർ? പറയണം സാർ. മനസ്സിലായില്ലേ? തോക്ക് തന്നിരിക്കുന്നത് കാണാനല്ല, ഇതുപോലെയുള്ള അവസരങ്ങൾ എടുത്ത് ഉപയോഗിക്കാനാണ്. മതപരമായ ഇഷ്യൂസിൽ പോലീസ് ഇടപെടരുതെന്ന് മിനിസ്റ്ററുടെ ഓറൽ സജഷൻ ഉണ്ടെന്ന് SP പറഞ്ഞു. ഇത് മതപരമായ പ്രശ്നമല്ല. അങ്ങനെ ആക്കി തീർക്കാൻ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്ന ശ്രമമാണ്. റിസ്ക് ഒഴിവാക്കിക്കൂടെ സാർ? ഇന്നിവിടെ ഒരു പള്ളിയിൽ ഒരു കല്ല് വീണാൽ നാളെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളും അമ്പലങ്ങളും തകരും. ജനങ്ങൾ മത്സരിച്ച് കൊല്ലും. അത് തടയണം. ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം. അതിനെന്ത് വിലയും കൊടുക്കാം. മിനിസ്റ്ററുടെ താല്പര്യത്തിനെതിരെ ജെയിംസ്, മന്ത്രിയുടെ അല്ല, മന്ത്രിയിലെ രാഷ്ട്രീയക്കാരന്റെ താല്പര്യമാണ്. രാഷ്ട്രീയക്കാരനടുത്ത് തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. നമുക്ക് ജനങ്ങളും. ലാത്തി ചാർജും ടിയർ ഗ്യാസും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ലെങ്കിലല്ലേ ഫയർ ചെയ്യാം. അതെ, പക്ഷേ 10-15 പോലീസുകാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഫോഴ്സ് എത്തിച്ചേരാത്ത സന്ദർഭത്തിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ നിയമത്തെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. ഐ ആം പ്രിപ്പയർഡ് ടു സൈൻ എ റിട്ടൺ ഓർഡർ ടു ഫയർ. എന്താ വൈകിയത്? എല്ലാരും പുറപ്പെട്ടു. MSP വരുന്നതിന് മുമ്പ് സംഗതി നടക്കണം. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോകാനാ പറയുന്നത്. ജനക്കൂട്ടം പിരിഞ്ഞു പോകണം. പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും.
ഒരു അവസ്ഥയിൽ എങ്ങനെയാ പോവുക? പോകാതെ പറ്റില്ല. ജില്ലയിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാലും അവസാനമായി എനിക്ക് അവനെ ഒന്ന് കാണണ്ടേ, അവന്റെ ആത്മാവിനോടെങ്കിലും. മുഖ്യമന്ത്രിയാ? മിസ്റ്റർ ഹരിദാസൻ, സഹോദരന്റെ മരണത്തിൽ എന്റെ ദുഃഖം അറിയിക്കുന്നു. ഒപ്പം അഭിനന്ദനങ്ങളും. എന്റെ അനിയനെ കൊല്ലാൻ ഉത്തരവിട്ടവനാണോ സർ? താങ്കൾ രക്ഷിച്ചത് ഒരു പള്ളിയോ ഒരു ദേശമോ അല്ല, ഈ തലമുറയെ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ദയവായി പൊള്ളയായ ഭംഗിവാക്കുകൾ പറയരുത് സർ. നിങ്ങൾക്ക് നേടിയില്ലേ, നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ഭരിക്കാം. ഒരു ഹരിദാസനെ സസ്പെൻഡ് ചെയ്യാൻ ഒതുങ്ങുന്ന ജനവികാരം മാത്രമാണ് അവശേഷിക്കുന്ന പ്രശ്നം. നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് വോട്ടുകളാക്കി മാറ്റാൻ ഒരു രക്തസാക്ഷിയെ കൂടെ കിട്ടി. എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ സർ? മിസ്റ്റർ ഹരിദാസൻ, എന്റെയും എന്റെ ഗവൺമെന്റിന്റെയും എല്ലാ പിന്തുണയും താങ്കൾക്കുണ്ട്. ഹരിദാസൻ ഒരു വ്യക്തിയാണ് സർ. അയാൾക്ക് ആരുടെയും പിന്തുണ വേണ്ട. പക്ഷേ ഏത് കൊടി പിടിച്ചാലും എന്നും നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു വർഗമുണ്ട് ഇവിടെ. ജനങ്ങളെന്ന കുറെ നികൃഷ്ട ജീവികൾ. അവരെ കരുക്കളാക്കി നിങ്ങളൊക്കെ നടത്തുന്ന ഈ ചതുരംഗ കളിയുണ്ടല്ലോ, അത് നിർത്തുക. അവരുടെ ചോരയ്ക്ക് പച്ചവെള്ളത്തിന്റെ വിലയെങ്കിലും കൊടുക്കണം സർ. നന്ദിയാണ് സർ. ഇവിടെ ഉണ്ടായിരുന്നോ? രാധമ്മയെ ഇപ്പോ അവിടെയാണ് ആവശ്യം. ബേപ്പൂര്. എന്നെ ബേപ്പൂരിന് മാത്രമേ വേണ്ടൂ. അങ്ങ് ഈ രാജ്യത്തിനാണ് ആവശ്യം. സ്വയം കുറച്ച് കാണണ്ട. ഒരു വിളക്കിൽ നിന്നാണ് മറ്റൊരു വിളക്ക് തെളിയുന്നത്. ആദ്യത്തെ വിളക്ക് ബേപ്പൂര്. ഇനിയും വിളക്കുകൾ ഉണ്ടാവട്ടെ. ഒന്ന് മാറി നിൽക്കണം മിസ്റ്റർ. മാറി നിൽക്കണം. മാറി നിൽക്കാൻ. എന്റെ പൊന്നുമോനെ, തുടരുത്. എന്റെ പൊന്നുമോനെ തുടരുത്. നീയാ കൊന്നത്. ഇറങ്ങടാ പുറത്ത്. ഇറങ്ങടാ. ഇറങ്ങി പോടാ. പോ. അടിച്ചു കൊല്ലോ. പട്ടികളെ, എന്റെ കുഞ്ഞിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ
വെട്ടേക്കില്ലൊന്നിനെയും മാറി നിൽക്കണ അങ്ങോട്ട്. ആർക്ക് വേണ്ടിയാണാ? എന്തിനു വേണ്ടിയാണാ ഈ ഉദ്യോഗം? വലിച്ചെറിഞ്ഞ് കളയണ പുല്ല്. മാമോ മാറാൻ മാറാൻ. അവിടെ മാറോ മാറാ നിർത്ത്. ഹരി, എന്താ ഇങ്ങനെ? എനിക്കൊരു ക്ലാസ് എടുക്കണം സാർ. എന്താ ഈ പറയണേ? ജില്ലാ കലക്ടർ ഹരിദാസൻ IAS അല്ല ഞാനിപ്പോ. ആ കിരീടം ഞാൻ ഉപേക്ഷിച്ചു. ഇപ്പൊ വെറും ഹരിദാസൻ. വരൂ. എന്റെ ഗ്രാമഗ്രഹത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നത് എന്തിനാണ്? എന്തു മറുപടി പറയണം എന്നെനിക്കറിയില്ല. തകർക്കപ്പെട്ട തലയോടുകൾ ഒരുപാടാണ്. ചുംബനങ്ങൾ വിലക്കിയ കൈകൾ ഒരുപാടാണ്. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ്.